ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കോരിച്ചെരിയുന്ന മഴയത്ത് വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു പായസം തയ്യാറാക്കാം. അതിന് ചക്ക മുറിച്ച് നോക്കാം. പഴഞ്ചക്കയാണ്, കുഞ്ഞ് ചുളയിലെ പഴഞ്ചക്കയാണ്. കാണാൻ കളറില്ല. കഴിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. എടുക്കാനുള്ള എളുപ്പത്തിൽ കിട്ടുന്നുണ്ട്. നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള പഴഞ്ചക്ക തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിൽ ചുളയെല്ലാം എടുത്ത് ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുക്കണം. ചക്കയുടെ കുരുവെല്ലാം മാറ്റിയെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ കുരു മാറ്റിയെടുത്താൽ മതി. കുരു മാറ്റി ചുള വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് മുഴുവൻ അതുപോലെ തയ്യാറാക്കിയെടുക്കാം. ചക്കയിൽ നിന്ന് കുരു മാറ്റിയെടുത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുരു പെട്ടെന്ന് അതിൽ നിന്ന് മാറി കിട്ടുന്നുണ്ട്. ചില ചക്കയിൽ നിന്ന് പെട്ടെന്ന് കുരു ഇതുപോലെ എടുക്കാൻ പറ്റില്ല. പഴഞ്ചക്കയിൽ നിന്ന് പൂണ്ടീൻ്റെ കൂടെ തന്നെ ചുളയെല്ലാം ഒട്ടിപ്പിടിക്കും. ഇത് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് മുഴുവൻ വൃത്തിയാക്കിയെടുത്ത് ഇനി വൃത്തിയാക്കിയെടുത്ത ചക്ക ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. വൃത്തിയാക്കിയ ആ ചക്ക മുഴുവൻ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്രയേ കിട്ടിയിട്ടുള്ളൂ. ഇനി അത് നല്ലപോലെ അരച്ചെടുക്കാം. 2 അച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലേക്ക് ചക്ക അരച്ച ജാറിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഉണക്കലരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണക്കലരിക്ക് പകരം പച്ചരി ചേർത്താലും മതി. ഇനി 2 പിടി തേങ്ങ, 3-4 ഏലക്കായും ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ചക്ക വെല്ലവും ചക്കയും കൂടെ നല്ലപോലെ വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം ചക്കയിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം. ശർക്കര നമുക്ക് മധുരം കൂടുതൽ വേണ്ടതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അരച്ച തേങ്ങയും അരിയും കൂടെ ഒഴിച്ചതിന് ശേഷം വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരി ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ട വരും ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ശർക്കര ഇതൊരു ചെറിയ മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണമെങ്കിൽ നല്ലപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് നല്ലപോലെ തള വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ജീരകവും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കുക. ചുക്കുപൊടിയും ജീരകവും ഇല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ഒരു പിടി തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് മൂപ്പിച്ച് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല രുചിയുള്ള പായസമാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. ചക്കയാണ് കുറച്ച് വൃത്തിയാക്കാൻ പണിയുണ്ട് ഇല്ല. വേഗത്തിൽ ചക്ക വൃത്തിയാക്കി പെട്ടെന്ന് ചക്കപ്പായസം റെഡിയായി. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത്
അതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ചക്ക കൊണ്ട് ഒരു പ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കാം. താങ്ക്